അയാൾക്കൊരുതരം മാനസിക വിഭ്രാന്തിയാണ്. എനിക്ക് അയാളോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സഹതാപം എനിക്കിപ്പോൾ തോന്നുന്നത് ഗോകുലിനോടാണെന്ന് പാവം ഗോകുൽ അറിയുന്നില്ലല്ലോ. മാഡം, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സിറ്റിയിൽ നോക്കി വെച്ചിരുന്ന പ്രോപ്പർട്ടി ഇല്ലേ, അതിന് സിതാര കമ്പനി അഡ്വാൻസ് കൊടുത്തു. അതെങ്ങനെ ശരിയാവും? ആ പ്രോപ്പർട്ടി എപ്പോ കൊടുത്താലും നമ്മളോട് ആദ്യം പറയണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതല്ലേ? പണത്തിന് മേലെ പരുന്തും പറക്കില്ല മാഡം. കൂടുതൽ പണം കിട്ടിയപ്പോ അതിന്റെ ഉടമസ്ഥർ നമ്മളെ സൗകര്യപൂർവ്വം മറന്നു. അല്ല, ഇനി നമ്മളവിടെ തുടങ്ങാനിരുന്ന ഷോപ്പിംഗ് സെന്ററിന്റെ കാര്യം എങ്ങനെയാ? വേറെ ഒരു പ്ലോട്ട് അന്വേഷിക്കേണ്ടി വരും അല്ലേ? ആര് പറഞ്ഞു? കിട്ടാത്തത് പിടിച്ചു വാങ്ങണം. അതാണ് കോർപ്പറേറ്റ് ബിസിനസ്. 1 ലക്ഷത്തിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് മൂർത്തി. നേരായ വഴി നടന്നില്ലെങ്കിൽ നേരല്ലാത്ത വഴി, ബൈ ഹുക്ക് ഓർ ക്രൂക്ക്, അങ്ങനെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നിടത്താണ് നമ്മുടെ ബുദ്ധിയും വിജയവും. എന്താ വേണ്ടതെന്ന് മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. എല്ലാത്തിന്റെ അടിസ്ഥാനം സൗഹൃദങ്ങളാണല്ലോ. സിത്താര എന്ന ബിസിനസ് മാഗ്നറ്റ് എന്റെ ഉള്ളം കയ്യിലിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ അവന്തിക. ഹലോ, എന്റെ നമ്പർ സിത്താരയുടെ കയ്യിലുണ്ടായിരുന്നോ? ശത്രുക്കളുടെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണല്ലോ ബിസിനസ്സിലെ ആദ്യ പാഠം. എന്നാ ആ ശത്രുത മാറ്റാനാ ഞാനിപ്പോ വിളിച്ചത്. സിത്താരെ പോലെ വലിയൊരു ബിസിനസ് എൻറ്റിറ്റിയോട് മത്സരിക്കാൻ ഞാനാരാ? ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനാ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അതങ്ങനെ ഫോണിൽ വേണ്ട, നേരിട്ടൊന്ന് കാണാൻ പറ്റുമെങ്കിൽ. അയ്യോ അവന്തിക, ഐ എം സോറി. ഞാനൊരു 4-5 ദിവസം ഫ്രീ അല്ല. മൂക്ക് വേണ്ടിയിട്ട് ചില പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്പം ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോവാ. ആഹാ, തുടക്കം തന്നെ നല്ല ശുഭലക്ഷണമാണല്ലോ. ഞാനും ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാ. നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അമ്പലത്തിൽ വെച്ച് തന്നെ ആവണമെന്നാവും നിയോഗം. അവന്തിക അങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെന്താ, ഞാൻ വരാം. നമുക്ക് അവിടെ വെച്ച് തന്നെ സംസാരിക്കാം. അത് ഇത്തിരി ദൂരെയാണ്. ഒരു കാടിന്റെ നടുവിലുള്ള നാഗക്ഷേത്രമാണ്. അവന്തിക ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. തിരിച്ചു വന്നിട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാലോ. ഏയ്, ചില കാര്യങ്ങൾ അങ്ങനെ നീട്ടിവെക്കാൻ പറ്റുന്നതല്ലോ. ഞാനും വരാം അമ്പലത്തിലേക്ക്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസാ. പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ശരി, എന്നാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഷുവർ, ആയിക്കോട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മൂർത്തി, നാളെ ഏതോ പട്ടിക്കാട്ടിലെ ഒരു അമ്പലത്തിലേക്കൊന്ന് പോണം. സിത്താരെ കണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കണം. ഡീറ്റെയിൽസ് കിട്ടിയ പാടെ മാഡം എനിക്ക് അയച്ചേക്ക്. പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തേക്കാം. ശരി. ഇതൊരു നല്ല ഡീലാ. നേരത്തെ സംഭവിച്ച പോലെ തോറ്റു പോരുത്. ആരുടെയാ പുതിയ കൊട്ടേഷൻ? പുതിയതല്ല, പഴയ തന്നെ. കൃഷ്ണമൂർത്തി സാറിന്റെ കൊട്ടേഷനോ? ഞാൻ ഊഹിച്ചു. ആരെയാ തീർക്കണ്ടേ? അവളെ തന്നെ, ആ കൃഷ്ണയെ. മോളിക്കുട്ടിയുടെ ഹോട്ടലില് അവള് രാവിലെ തന്നെ ക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ട്. എവിടെ വെച്ച് തീർക്കാനാ പ്ലാൻ? ക്ഷേത്രത്തിലോട്ടുള്ള യാത്രക്കിടയില് കൃഷ്ണയെ ഒറ്റയ്ക്ക് കിട്ടും. എന്തിന്? കിട്ടുന്ന സ്ഥലത്ത് വെച്ചാണ് തീർത്താ പോരെ? അത് പാടില്ല. സുരക്ഷിതമായൊരു സ്ഥലം തന്നെ വേണം. ഓട്ടോയും അവളെയും ചേർത്ത്
ഇടിച്ച് കൊക്കയെ തള്ളാനായിട്ടാ കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാ പുറപ്പെടുന്നത്? അവരിപ്പോ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാവും. നമ്മളും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. ഇത്തവണ അവളുടെ അന്ത്യം ഉറപ്പാക്കിയിരിക്കണം. ഗോകുലിന്റെ മുഖത്ത് കാണുന്ന ഈ സമാധാനം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രം. എന്നെ കാണാതിരിക്കാൻ സച്ചേട്ടനാവില്ല. സച്ചേട്ടൻ ഇനിയും വരും. അതിനു മുൻപ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. സച്ചേട്ടൻ എന്നെ കണ്ട കാര്യം വീട്ടിലറിഞ്ഞ അലറി വിളിച്ച് ബഹളം വച്ച് അമ്മയും എല്ലാവരും വരും. അതോടെ ഈ വേഷം കെട്ട എല്ലാം പൊളിയും. അതിനു മുമ്പ് ഗൂഗിളിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് മോളെ കൊണ്ട് എനിക്ക് എന്റെ സച്ചേന്റെ അരികിലെത്തണം. ഒരു തരത്തിൽ അമ്മ വരായിരുന്നു നന്നായി അല്ലടോ. നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടുമല്ലോ അല്ലേ? താനെന്തോന്നും മിണ്ടാത്തെ? എന്തേലും പറയടോ. എനിക്കറിയാം തൻ്റെ ഉള്ളിലിപ്പോൾ എന്താണെന്ന്. ആ സച്ചിയെക്കുറിച്ചല്ലേ ഓർത്തേ? താനതൊക്കെ കളയടോ. അയാൾക്കൊരുതരം മാനസിക വിഭ്രാന്തിയാ. എനിക്ക് അയാളോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സഹതാപം എനിക്കിപ്പോൾ തോന്നുന്നത് ഗോകുലിനോടാണെന്ന് പാവം ഗോകുൽ അറിയുന്നില്ലല്ലോ. എൻ്റെ സച്ചേട്ടനോട് എനിക്കുള്ള സ്നേഹം അറിയുമ്പോൾ ഗോകുലിന് ഒരിക്കലും അത് താങ്ങാനാവില്ല. ആ തകർച്ചയിൽ നിന്നും ഈ പാവത്തിനെ ഞാൻ എങ്ങനെ കരകയറ്റും? ദേ, ഇത് ശരിയല്ല. ഞാൻ ഇത്രയൊക്കെ മിണ്ടിയിട്ടും താനൊരു വാക്കുപോലും പറയാത്തത് ഭയങ്കര ബോറാണേ. ഗോകുല് പറയുന്നതെല്ലാം ഞാൻ കേൾക്കല്ലേ? അല്ല, ഈ ദാമ്പത്യ പൂജയെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയാവോ? ഇല്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ പൂജയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാത്രമേ അതിന് സാക്ഷിയായിട്ടുള്ളൂ. നമ്മുടെ ബന്ധത്തിന് സ്നേഹവും വിശ്വാസവും ഒക്കെ കൂടും. അതാണ് ഈ പൂജയുടെ ഏറ്റവും വലിയ ശക്തി. എനിക്കിതൊന്നും അറിയില്ല ഗോകുൽ. ഇങ്ങനൊരു പൂജയെക്കുറിച്ച് പോലും ഞാൻ കേൾക്കുന്നത് തന്നെ ഇപ്പോഴാ. എല്ലാ ബന്ധവും ഒറ്റയടിക്ക് തകർന്നു പോയത് പാവ സച്ചേട്ടൻ അറിയുന്നില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ദൃഢമായ ബന്ധം ഒന്നേ ഉള്ളൂ. അത് എൻ്റെ സച്ചേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധമാണ്.